വയലും പുഴയും കടന്നു പോകാം, കടലിൽ കടലിൽ പകർന്നു പോകാം. പഴയ കാലത്തു കൊളംബസ്സു പോയ പോൽ പുതിയ ലോകങ്ങൾ. ഹായ്, ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾ ഓൾറെഡി SCRT സീരീസിന്റെ 5-6 ക്ലാസ്സിലെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് ആ ഭാഗം കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം. കാര്യം എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററും മറ്റുള്ള ചാപ്റ്റേഴ്സിന്റെ തുടർച്ചയാണ്. കൃത്യമായിട്ട് ആ ഘടനയിൽ നിങ്ങൾ പഠിച്ചു പോയിക്കൊള്ളുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു തുടർച്ച നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കൃത്യമായിട്ട് നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. നമ്മൾ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ 2ാം ഭാഗം ഒരു 9 ചാപ്റ്റേഴ്സ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് 10ാമത്തെ ചാപ്റ്റർ ആണ്. 10ാമത്തെ ചാപ്റ്ററിന്റെ പേര് സമുദ്രങ്ങളിലൂടെ. അപ്പൊ ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം, പറയുന്ന കാര്യം എന്തായാലും സമുദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ മറ്റുള്ള മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഇതിലേക്ക് വന്നോളാം. ഇതിൻ്റെ അകത്ത് പറയുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ പാഠപുസ്തകം തുടങ്ങുന്നത് വെള്ളപ്പൊക്കം എന്ന് പറയുന്ന NV കൃഷ്ണവാര്യരുടെ കൃതിയിലെ വരികൾ ഉന്നയിച്ചുകൊണ്ടാണ്. പോകാം, കടലിൽ കടലിൽ പകർന്നു പോകാം. പഴയ കാലത്തു കൊളംബസ്സു പോയ പോൽ പുതിയ ലോകം. അപ്പൊ അവിടെ കിട്ടേണ്ട കാര്യം, വെള്ളപ്പൊക്കം എന്നുള്ള കൃതി രചിച്ചിരിക്കുന്നത് ആരാണ്? NV കൃഷ്ണവാര്യർ. കിട്ടണം, വെള്ളപ്പൊക്കം NV കൃഷ്ണവാര്യർ. വയലും പുഴയും കടന്നു പോകാം, കടലിൽ കടലിൽ പകർന്നു പോകാം എന്ന രീതിയിലാണ് ആ വരികൾ വരുന്നത്. ഓർത്ത് വെച്ചോളണം കേട്ടോ. നെക്സ്റ്റ് ഇതാ ഇവിടെ പറയുന്ന ഒന്നാമത്തെ വസ്തുത, ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ജലം. ഓക്കെ. നെക്സ്റ്റ് മറ്റൊരു ശതമാനം ഇവിടെ പറയുന്നു. ഭൂമിയുടെ, അതായത് ഭൗമോപരിതലത്തിന്റെ 71% ജലമാണ്. അതായത് സമുദ്രങ്ങള്, കായലുകള്, തടാകങ്ങള്, നദികള്, അരുവികള്, ഉറവകള്, ജലസംഭരണികള്, കിണറുകള്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഭൂമിയിലെ ജലത്തിന്റെ വിവിധ സ്രോതസ്സുകളായിട്ട് മാറുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഭൂമിയിലെ ജലത്തിന്റെ സ്രോതസ്സുകൾ എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ്? സമുദ്രങ്ങള്, കായലുകൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, ഉറവകൾ, ജലസംഭരണികൾ, കിണറുകൾ, ഇതൊക്കെയാണ് എന്ത്, ഭൂമിയിലെ ജലസ്രോതസ്സുകൾ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇവയില് ഉപരിജല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? നിങ്ങൾ കാണുന്നതിൽ സമുദ്രങ്ങൾ, കായലുകൾ, തടാകങ്ങൾ, നദികൾ, ഇതൊക്കെ എന്താ, ഉപരിതലത്തിലുള്ള സ്രോതസ്സുകളൊക്കെയാണ്, അല്ലെ? അപ്പൊ ആ രീതിയിൽ അതിനെ ഒന്ന് തരംതിരിച്ചോളാം നിങ്ങൾ. ഏതൊക്കെയാണ് ഉപരിതലം, ഏതൊക്കെയാണ് ഭൂഗർഭജലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് തരംതിരിക്കാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് തരംതിരിച്ച് പോകുന്നില്ല. ഓക്കെ. കുട്ടികളോട് അങ്ങനെ തരംതിരിക്കാൻ ഒരു ഭാഗം കൂടി പറയുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ടേക്ക് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഉപരിതല ജലസ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുമ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ എവിടെ കാണപ്പെടുക? ഉപരിതലത്തോട് ചേർന്നിട്ട് ഭൂമിക്കുള്ളിലായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്തോളാം, നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, ഉപരിതല ജലസ്രോതസ്സുകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്ന രീതിയിൽ രണ്ടായിട്ടൊന്ന് തരംതിരിച്ച് നോക്കട്ടോ. നെക്സ്റ്റ് അടുത്ത കാര്യം ഇതാ, ജലമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ഭാഗം ഇവിടെ നമുക്ക് പരിചയപ്പെടാം. അതായത് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം. അപ്പൊ ഏതൊക്കെ രൂപത്തിലാവാം? ആ 3 രീതിയിലാവാം, അല്ലെ? ഖരം, ദ്രാവകം, വാതകം പദാർത്ഥങ്ങളുടെ ആ 3 അവസ്ഥയിലും കാണപ്പെടാം. അതെവിടൊക്കെ കാണപ്പെടാം? ഉപരിതലത്ത് കാണപ്പെടാം, അന്തർഭാഗത്ത് കാണപ്പെടാം, അന്തരീക്ഷത്ത് കാണപ്പെടാം. ഈ രീതിയിലൊക്കെ ഉള്ളതിന് നമുക്ക് എന്ത് വിളിക്കാം? ജലമണ്ഡലം എന്ന് വിളിക്കാം. അതില് ജലമണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ടേമുകളാണ് ബാഷ്പീകരണം, ഘനീകരണം, വർഷണം. എന്തൊക്കെയാണ് ഈ ടേമുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താല് വാതക അവസ്ഥയിലേക്ക് മാറുന്നതിന് നമുക്കൊന്ന് പറയാം, അത് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയാം. അതായത് താപം ഉണ്ടാവും, ആ താപം എന്തായിട്ട് മാറും? വാതകാവസ്ഥയിലേക്ക് ആ ദ്രാവകത്തെ മാറ്റുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ബാഷ്പീകരണം. കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് ഘനീകരണം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ വായുവിൽ എന്തുണ്ടാവും? ജലബാഷ്പം ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ നീരാവി ഉണ്ടാവും. ജലബാഷ്പം അല്ലെങ്കിൽ നീരാവി.
അപ്പൊ അത് തണുത്തുറഞ്ഞിട്ട് ജലമായിട്ട് മാറുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കും? ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് വിളിക്കും. സിമ്പിൾ അല്ലേ? ജലബാഷ്പം എന്തായിട്ട് മാറുന്നു? അത് തണുത്ത് ജലമായിട്ട് മാറുന്നതാണ് ഘനീകരണം. ഓക്കെ, കിട്ടുമല്ലോ. നെക്സ്റ്റ് വർഷണം. അതായത് ഈ ഘനീകരണം നടന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ഘനീകരണത്തിലൂടെ എന്ത് രൂപീകരിക്കും? മേഘങ്ങൾ രൂപീകരിക്കും അല്ലെ? അങ്ങനെ ആ മേഘങ്ങളിലെ ജലകണികകളുടെ വലുപ്പവും ഭാരവും കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാവുന്നതിൽ കൂടുതൽ ഭാരാവും. അപ്പൊ അവ എന്ത് ചെയ്യും? ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് വരും. അതിന് പല രീതിയിലുള്ള രൂപങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അതൊക്കെ അങ്ങോട്ടേക്ക് പരിചയപ്പെടാം. ഒന്നെങ്കിൽ വെള്ളമായിട്ട് അല്ലെങ്കിൽ ഐസ് കഷ്ണങ്ങളായിട്ട് ഇത് താഴോട്ട് പതിക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് വർഷണം. അപ്പൊ വർഷണം എന്താന്ന് കിട്ടിയല്ലോ. ഇംഗ്ലീഷ് ടേം എന്താ? പ്രസിപ്പിറ്റേഷൻ അല്ലെ? അപ്പൊ ആ 3 രൂപകൾ മനസ്സിലാക്കി വെക്കുക. ബാഷ്പീകരണം, ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഘനീകരണം, ജലബാഷ്പം ജലമായിട്ട് മാറുന്നു. വർഷണം, വർഷണം എന്ന് പറയുന്ന താഴേക്ക് വരുന്ന ആ പ്രക്രിയ. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ്, ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകളില് ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി എന്തായിട്ട് മാറും? മേഘമായിട്ട് മാറും. മേഘങ്ങൾ കൂടാതെ മൂടൽമഞ്ഞ്, തുഷാരം എന്നിവയും ഘനീകരണത്തിന്റെ മറ്റു രൂപങ്ങളാണ്. ഒരുപക്ഷെ അങ്ങനെ ചോദിക്കാം, ഘനീകരണത്തിന്റെ രൂപങ്ങൾ ഏതൊക്കെ? മേഘമാവാം, മൂടൽമഞ്ഞാവാം, തുഷാരാവാം. ഓക്കെ, നെക്സ്റ്റ്, വർഷണം എന്ന് പറയുമ്പം വർഷണത്തിലൂടെ ജലകണികൾ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതിന്റെ രൂപങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിക്കോ. ഒന്നെങ്കിൽ മഴയായിട്ട് വരാം, അല്ലെങ്കിൽ മഞ്ഞു വീഴ്ചയായിട്ട് വരാം, അല്ലെങ്കിൽ ആലിപ്പഴ വീഴ്ചയായിട്ട് വരാം. ആ രീതിയിലാണ് വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ. അപ്പൊ വർഷണത്തിന്റെ രൂപങ്ങൾ ഏതൊക്കെയാ? മഴ, മഞ്ഞു വീഴ്ച, ആലിപ്പഴം. ഘനീകരണത്തിന്റെ രൂപങ്ങളോ? മേഘങ്ങള്, മൂടൽമഞ്ഞ്, തുഷാരം. ഇതൊക്കെ ആയിരിക്കും. കിട്ടിയല്ലോ. അടുത്ത കാര്യം നോക്കിയേ. ജലപരിവൃത്തി എന്താന്ന് പരിചയപ്പെടാൻ പറയുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം, ഘനീകരണം, വർഷണം ഈ പ്രക്രിയയിലൂടെ ചാക്രികമായി ചലിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള തടാകങ്ങള്, സമുദ്രങ്ങള്, ഇതിലെന്ത് ചെയ്യും? ബാഷ്പീകരണം സംഭവിച്ച് ഘനീകരണം സംഭവിക്കും അല്ലെ? ആ ഘനീകരണം സംഭവിച്ചിട്ട് അന്തരീക്ഷത്തിന് താങ്ങാൻ പറ്റുന്നതിൽ ഉപരിയായിട്ട് അത് മുകളിൽ നിൽക്കുന്ന സമയത്ത് താഴോട്ടേക്ക് പതിക്കും. അതിനെ വർഷണം എന്ന് പറയും. ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് വരികയാണ്. ഇതിനാണ് എന്ത് പറയുന്നത്? ജലപരിവൃത്തി എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് കാര്യം. കൃത്യമായിട്ട് അതിങ്ങനെ ആവർത്തിച്ച് വരുന്നതിനാണ് നമ്മൾ ജലപരിവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാര്യം, നമ്മുടെ ഭൂമിയിലെ മൊത്തം ജലം അതിന്റെ അളവ് 100% എടുത്തു കഴിഞ്ഞാല് അതില് സമുദ്രജലവും മറ്റ് ലവണജലവും കൂടെയും കൂട്ടിക്കഴിഞ്ഞാല് സമുദ്രജലവും മറ്റ് ലവണജലവും കൂട്ടിക്കഴിഞ്ഞാൽ 97%. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ശുദ്ധജലവും ആകെ 3% മാത്രമേ ഉള്ളൂ. ശുദ്ധജലത്തിന്റെ അളവ് എത്രയാ? ഭൂമിയുടെ ഉപരിതലത്തിലെ മൊത്തം ജലത്തിന്റെ 3% മാത്രമേ എന്തുള്ളൂ നമുക്ക് കുടിക്കാൻ പറ്റിയ രീതിയിൽ ശുദ്ധജലമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ 3% എവിടെയൊക്കെ ഉള്ളതെന്ന് നോക്കിക്കോ നിങ്ങൾ. ഒന്നെങ്കിൽ ഹിമപാളികളിൽ, അല്ലെങ്കിൽ ഹിമാനികളിൽ. ആ രീതിയിലാണ് ആ 3%ത്തിലുള്ള ഒരു ഭാഗം. മറ്റൊരു ഭാഗം ഭൂഗർഭജലാണ്, മറ്റത് ഉപരിതല ജലാണ്, മറ്റുള്ളവ എന്ന രീതിയിലുള്ള ഒരു ഭാഗമുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആ 3% നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ 3%ത്തിലെ ഭൂരിഭാഗം എവിടെ തന്നെയാണുള്ളത്? ഹിമാനികളിലും അല്ലെങ്കിൽ ഹിമപാളികളിലും ഒക്കെയാണ് ഉള്ളത്. അതിൽ 68.7% ഉണ്ടെന്ന് പറയുന്നു. ഭൂരിഭാഗം ഏത് തന്നെ? ഹിമപാളികളിലെ ജലമൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഭൂഗർഭജലമായിട്ട് എത്ര ശതമാനമുണ്ട്? 30% ഉണ്ട്. കിണറുകളിലൊക്കെയുള്ള വെള്ളം എന്ന രീതിയിൽ എത്ര ശതമാനമുണ്ട്? 30.1% ഉണ്ടെന്ന് കിട്ടിക്കൊള്ളണം. പിന്നെ മറ്റുള്ള ശുദ്ധജലത്തിലെ ഒരു 0.3% എന്ത്? ഉപരിതല ജലം എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. മറ്റുള്ളവയാണെങ്കിൽ 0.9%. ഇങ്ങനെ ഒരു ചാർട്ട് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും എവിടെ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഹിമാനികളിലാണ് ഉണ്ടാവുന്ന മനസ്സിലാക്കി വെച്ചോളൂ. അതേപോലെ തന്നെ ശുദ്ധജലം 3% മനസ്സിലാക്കി വെക്കുക. സമുദ്രജലവും മറ്റു ലവണജലവും കൂടെയും കൂട്ടിക്കഴിഞ്ഞാൽ ആണ് 97% ഭൂമിയുടെ ഉപരിതലത്തിലെ ജലം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളൂ. കിട്ടിയല്ലോ. അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടു പോകേണ്ട വസ്തുതകൾ. ക്ലിയർ ആണല്ലോ. ലോക സമുദ്ര ദിനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ജൂൺ 8. ജൂൺ 8ന്റെ പ്രത്യേകത ലോക സമുദ്ര ദിനം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ സമുദ്ര ദിനം ആചരിക്കുന്നുണ്ടാവുക? അവിടെ കിട്ടിക്കൊള്ളണം.
മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകള് സമുദ്ര ആവാസ വ്യവസ്ഥയെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്രങ്ങളുടെ സംരക്ഷണത്തിന്റെ ആവശ്യകത കൂടി ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് ഏത്? ലോക സമുദ്ര ദിനം. ഡേറ്റ് എന്ന ജൂൺ 8 ഓർക്കണേ. നെക്സ്റ്റ് അടുത്ത ഭാഗം നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഓഷ്യാനോഗ്രഫി അല്ലെങ്കിൽ സമുദ്രശാസ്ത്രം എന്നുള്ളതാണ്. അതായത് സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സമുദ്രശാസ്ത്രം അല്ലെങ്കിൽ ഓഷ്യാനോഗ്രഫി. സിമ്പിൾ ടേം ആണല്ലോ, സമുദ്രശാസ്ത്രം അല്ലെങ്കിൽ ഓഷ്യാനോഗ്രഫി. അടുത്തായിട്ട് എന്താണ് സമുദ്രങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളെ ഭൂഖണ്ഡങ്ങളുണ്ട്, സമുദ്രങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളെ വിളിക്കുന്ന പേരാണ് സമുദ്രങ്ങൾ. കടലുകള്, ഉൾക്കടലുകള് ഇവയൊക്കെ എന്താ? സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. കിട്ടിയല്ലോ. അപ്പൊ സമുദ്രത്തെ കുറിച്ചുള്ള പഠനം അതാണ് ഓഷ്യാനോഗ്രഫി അല്ലെങ്കിൽ സമുദ്രശാസ്ത്രം. ഇനി സമുദ്രം എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ജലാശയങ്ങളാണ്. അതിന്റെ കൂടെ സമുദ്രങ്ങളുടെ കൂടെ തന്നെ കടലുകളും ഉൾക്കടലുകളും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് സമുദ്രം എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചുള്ള. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര മലിനീകരണം, ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമുദ്ര പഠനം എന്ത് ചെയ്യുന്നുണ്ട്? ഉപകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ആദ്യം പറഞ്ഞ വസ്തുക്കളൊക്കെ കേട്ടോ. കിട്ടുമല്ലോ. അടുത്ത കാര്യം, കടൽ എന്താണ്, ഉൾക്കടൽ എന്താണ്, കടലിടുക്ക് എന്താണ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മൾ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലാണല്ലോ അറബിക്കടല്. അപ്പൊ എന്താ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗത്ത് എന്ത് പറയാം? നമുക്ക് കടൽ എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ഡെഫിനിഷൻ പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗത്തെ എന്ത് വിളിക്കാം? അറബിക്കടൽ എന്ന് വിളിക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടലുണ്ട്. അതായത് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ കടന്ന് കുറച്ചുകൂടി പടിഞ്ഞാറോട്ടേക്ക് ഏഷ്യൻ രാജ്യങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അറേബ്യ രാജ്യങ്ങളൊക്കെ കാണും. ആ അറേബ്യയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് അറബിക്കടലുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം കിട്ടിയല്ലോ. എന്താണ് കടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗമാണ്, അല്ലെങ്കിൽ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗമാണ്. ഓക്കെ, ഉൾക്കടൽ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് അടുത്ത കാര്യം മനസ്സിലാക്കി വെച്ചോളണം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഏത് കടലുണ്ട്? ബംഗാൾ ഉൾക്കടലുണ്ട് അല്ല. അപ്പൊ ഇവിടെ കാര്യം മനസ്സിലാക്കി വെക്കുക, കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. ഒന്നുമില്ല, 3 ഭാഗവും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗത്തെ എന്ത് വിളിക്കാം? ഉൾക്കടൽ എന്ന് വിളിക്കാം. ഓക്കെ, കരയുടെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ അതുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ബംഗാളിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള ആ സമുദ്രഭാഗം ഉള്ളത്. അതിന്റെ പേരാണെന്ത്? ബംഗാൾ ഉൾക്കടല്. അപ്പം ബംഗാൾ ഉൾക്കടല് ഉൾക്കടലിന് ഒരു ഉദാഹരണമാണ്. ഇനി കടലിടുക്കെന്ന് പറഞ്ഞാലും 2 കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ യോജിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക്. അപ്പോൾ ഓർത്ത് വെച്ചോളണം, പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് പാക് കടലിടുക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായിട്ട് പാക് കടലിടുക്ക് കാണല്ലോ. 2 കരഭാഗങ്ങൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗം. ആ രീതിയിലാണ് കടലിടുക്കിനെ മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയല്ലോ. അപ്പം ലോകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഭാഗമാണ് ഇത്, ഹോർമൂസ് കടലിടുക്കൊക്കെ അല്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെടാം. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, കടലിടുക്കെന്ന് പറഞ്ഞാൽ 2 കടലുകളെ തമ്മിലോ സമുദ്രഭാഗങ്ങളെ തമ്മിലോ ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും. ഓക്കെ, ആ രീതിയിലാണല്ലോ പാക് കടലിടുക്കുള്ളത്. ഓക്കെ, ആ രീതിയിൽ എക്സാമ്പിൾ പാക് കടലിടുക്കായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയോ? അടുത്ത കാര്യം, വിവിധ സമുദ്രങ്ങൾ ഏതൊക്കെ ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്. അതിന്റെ വലിപ്പക്രമമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ കോഡൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് സമുദ്രങ്ങളുടെ വലിപ്പക്രമം എന്ന രീതിയിൽ നമ്മൾ പൈസ എന്നൊരു കോഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കാണാത്ത ആൾക്കാർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നോളണം. അങ്ങനെയാണെങ്കിലാണ് ഇത് സ്പീഡ് ആണ് എന്ന് പറയാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ഓൾറെഡി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് വേഗത്തിൽ പോകണം. ഓക്കെ, പരിചയപ്പെടാത്ത ആൾക്കാർ ആ ഭാഗം പരിചയപ്പെട്ട്
വന്നോളൂ. അപ്പൊ സമുദ്രങ്ങളുടെ കോഡ് പൈസ എന്നുള്ള കോഡ് ഓർത്ത് വെച്ചാൽ വലുപ്പക്രമത്തിലാണ് ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം, രണ്ടാം സ്ഥാനത്ത് അറ്റ്ലാന്റിക് സമുദ്രം, മൂന്നാം സ്ഥാനത്ത് ഇന്ത്യൻ മഹാസമുദ്രം, നാലാം സ്ഥാനത്ത് സതേൺ ഓഷ്യൻ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രം, നെക്സ്റ്റ് അഞ്ചാം സ്ഥാനത്ത് ആർട്ടിക് സമുദ്രം. അതായത് PAISA. ഇതാണ് സമുദ്രങ്ങളുടെ വലിപ്പക്രമം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമുദ്രങ്ങളെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വൻകരകൾക്കിടയിലായിട്ട് ഏതൊക്കെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ കിട്ടിക്കോളും. കിട്ടിയല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോവാം. ആദ്യം നമ്മൾ പസഫിക് സമുദ്രത്തെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ആഴമേറിയ സമുദ്രം പസഫിക് ആണ്. മറ്റൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗത്തോളം ഏത് തന്നെയാണ്? പസഫിക് തന്നെയാണ്. ഇനി പസഫിക് ആരാ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർഡിനൻഡ് മഗല്ലൻ ആണ്. ആരാ കണ്ടെത്തിയത്? ലോകസഞ്ചാരിയായിട്ടുള്ള ഫെർഡിനൻഡ് മഗല്ലൻ. കിട്ടുമല്ലോ. നെക്സ്റ്റ്, പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർഡിനൻഡ് മഗല്ലൻ. കിട്ടും. നെക്സ്റ്റ്, അദ്ദേഹം ഈ സമുദ്രത്തെ വിളിച്ച പേര് മാർ പസഫിക്കോ എന്നാണ് വിളിച്ചത്. എന്താണ് വിളിച്ചത്? മാർ പസഫിക്കോ. അതായത് ഈ മാർ പസഫിക്കോ എന്ന വാക്കിന്റെ അർത്ഥം ശാന്തം എന്നാണ് കേട്ടോ. പാസീവായിട്ട് കിടക്കുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ കിട്ടേണ്ട കാര്യം, അറ്റ്ലാന്റിക് സമുദ്രത്തെക്കാൾ ശാന്തമാണ് പസഫിക് സമുദ്രം എന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം എന്ത് പേര് കൊടുത്തിട്ടുള്ളത്? മാർ പസഫിക്കോ അല്ലെങ്കിൽ ശാന്ത സമുദ്രം അല്ലെങ്കിൽ പസഫിക് സമുദ്രം എന്ന രീതിയിൽ പേര് കൊടുക്കാനുണ്ടായ സാഹചര്യം. കിട്ടിയല്ലോ. അടുത്തായിട്ട് പസഫിക്കുമായി ബന്ധപ്പെട്ട അടുത്ത വസ്തുതകൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഏതിലാ? പസഫിക്കിലാണ്. എക്സാമ്പിൾസ് നോക്കി, ഫിലിപ്പൈൻസ്, ജപ്പാന്, ഹവായി, ന്യൂസിലൻഡ്, ഇവയൊക്കെ എന്താ? ദ്വീപുകളാണ്. ഇവയൊക്കെ പസഫിക്കിലെ ചില പ്രധാനപ്പെട്ട ദ്വീപ സമൂഹങ്ങളാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെ അല്ലെങ്കിൽ ദ്വീപുകൾ ഏതൊക്കെ എന്നുള്ള കാര്യം ആ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടുകൊള്ളണം. നെക്സ്റ്റ്, ഈ പസഫിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം, അതിന്റെ പേര് മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ്. മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് പസഫിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി കണക്ട് ചെയ്തോളണം. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം. കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സമുദ്രത്തിന്റെ ഭാഗമായിട്ട് മറ്റനേകം ഗർത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, സജീവ അഗ്നിപർവ്വതങ്ങള് നന്നായിട്ട് ഈ സമുദ്രത്തിൽ കാണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ആ രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാനുള്ള സംഭവമാണ് റിംഗ് ഓഫ് ഫയർ. ഓക്കെ, ആ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് പസഫിക്കിന്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ അഗ്നിപർവ്വത വളയമാണ്. കിട്ടുമല്ലോ. അടുത്ത കാര്യം, പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം, അതാണ് നിമോ പസഫിക്. ഏതാണ്? നിമോ പസഫിക് അല്ലെങ്കിൽ പോയിന്റ് നിമോ. ഓക്കെ, പോയിന്റ് നിമോ എന്ന് പറയുന്ന ആ സ്ഥലം. അവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, പോയിന്റ് നിമോ എന്ന് പറയുന്ന സ്ഥലം കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണ്. ഈ കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്ത കരയിലെത്താൻ 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അത്രത്തോളം ദൂരത്തിൽ നമ്മുടെ കരയിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഏത്? പോയിന്റ് നിമോ. പസഫിക് സമുദ്രത്തിലാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ്, അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട കപ്പൽ ദുരന്തമാണ് ടൈറ്റാനിക് ദുരന്തം. അല്ലെ? അത് നടന്നിട്ടുള്ള സമുദ്രമാണ് ഏത്? അറ്റ്ലാന്റിക് സമുദ്രം. ഏത് വർഷമാണ് നടന്നത്? 1912 നടന്നിട്ടുള്ളത്. പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ഇങ്ങനെയാണ്, ടൈറ്റൻ അന്തർവാഹിനി തകർന്നടിഞ്ഞു എന്നൊരു ഭാഗം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ടൈറ്റൻ അന്തർവാഹിനി എന്ന് പറയുന്ന ആ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലുണ്ടല്ലോ, 1912 മുങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ആ ടൈറ്റാനിക് കപ്പല് കാണാൻ വേണ്ടിയിട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് യാത്ര തിരിച്ച 5 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതായത് അത് സന്ദർശിക്കാൻ പോയിട്ടുള്ള വാഹനത്തിന്റെ പേരാണെന്ത്? ടൈറ്റൻ.
അപ്പോൾ ടൈറ്റൻ എന്നുള്ള വാഹനമാണ് ആ രീതിയിൽ ഗവേഷണത്തിന് പോയ വാഹനം എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. പിന്നെ പ്രധാനമായിട്ടും ആലോചിച്ച് വെക്കേണ്ട കാര്യം അറ്റ്ലാന്റിക് സമുദ്രമാണ്. അവിടെയാണ് ടൈറ്റാനിക് ദുരന്തം ഉണ്ടായത്. അത് നടന്ന വർഷം 1912 ഓക്കെ. അതിനെ കാണാൻ പോയ ആ അന്തർവാഹിനിയുടെ പേരാണെന്ത്? ടൈറ്റൻ. ഇത്രയും കാര്യം ഈ ഭാഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. കിട്ടിയോ? അടുത്ത കാര്യം, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചുറ്റുപാടുള്ള വൻകര ഏതൊക്കെയാന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. കൃത്യമായിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളും ഒരുപക്ഷെ PSC ചോദിക്കാം. അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക വൻകരയുടെ കിഴക്ക് ഭാഗത്തായിട്ട്, യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, ഇങ്ങനെയൊക്കെയാണ് ആ സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്ത കാര്യം, വലിപ്പത്തിൽ എത്രാം സ്ഥാനം? 2ാം സ്ഥാനാണല്ല. 2ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക്. പിന്നെ ഇതിന്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ എസ് ആകൃതിയാണ് എന്ന രീതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം അറ്റ്ലാന്റിക്കിന്റെ ഷേപ്പ് എന്താ? എസ് ആകൃതി. നിങ്ങൾക്ക് ഇവിടെ കാണാം, വരച്ചു കഴിഞ്ഞാൽ എസ് ആകൃതി ഒക്കെ രീതിയിൽ തോന്നുന്നില്ലേ? എസ് ആകൃതിയുള്ള സമുദ്രം കേട്ടോ അറ്റ്ലാന്റിക്. പിന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം വടക്കേ അമേരിക്ക, യൂറോപ്പ് ഒക്കെ ഉണ്ട് അല്ല. അതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങളൊക്കെയാണല്ലോ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത ആ ഭാഗമാണ് നോർത്ത് അറ്റ്ലാന്റിക് പാത. ഇതാ ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ തിരക്കേറിയ സമുദ്രപാത. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ആ വികസിത രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആൾക്കാരെല്ലാം പോകുന്നുണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് ഏറ്റവും തിരക്കേറിയ സമുദ്രപാതയാണ് അറ്റ്ലാന്റിക് പാത. പിന്നെ അടുത്തായിട്ട് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുഭാഗത്തായിട്ട് നമുക്കൊരു പർവ്വത നിരയെ കാണാൻ പറ്റും. അതിന്റെ പേരാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര അല്ലെങ്കിൽ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. അതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കേട്ടോ. അത് സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ്. സാധാരണഗതിയിൽ ഒരു പർവ്വതനിരയായിട്ട് കണക്കാക്കാറില്ല. അങ്ങനെ ഒരു പർവ്വതനിര അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ പേരാണെന്ത്? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. പിന്നെ പ്യൂട്ടോറിക്ക ട്രെഞ്ച് അറ്റ്ലാന്റിക്കിലാണ്. ആ പ്യൂട്ടോറിക്ക ട്രെഞ്ചിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന്റെ പേരാണ് മിൽവോക്കി ഡീപ്പ്. എന്താണ്? മിൽവോക്കി ഡീപ്പ് ആണ് പ്യൂട്ടോറിക്ക ട്രെഞ്ചിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. അതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം മനസ്സിലായല്ലോ. ഓക്കെ. ഓരോ സമുദ്രത്തിലെയും ഏറ്റവും ആഴം കൂടിയ ഭാഗവും ദ്വീപുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പോയിക്കോളണേ നിങ്ങൾ. ഓക്കെ. നെക്സ്റ്റ് അടുത്തായിട്ട് ദ്വീപുകളെ കുറിച്ച് പറയാം. ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് ഇവയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകള്. കിട്ടിയല്ലോ? ഏതൊക്കെയാ? ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് കിട്ടണം. നെക്സ്റ്റ് മൂന്നാമത്തെ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. നിങ്ങൾക്ക് പേരിന്റെ അകത്ത് തന്നെ എന്താ മനസ്സിലായിട്ടുണ്ട്? ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം. അതാണ് ഏത്? ഇന്ത്യൻ മഹാസമുദ്രം. വലിപ്പത്തിൽ എത്ര സ്ഥാനത്താ? 3ാം സ്ഥാനത്താണല്ലേ. പിന്നെ ഏതൊക്കെ വൻകരകളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് മനസ്സിലായിക്കോളൂ. കണ്ടില്ലേ? ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ്, ഏഷ്യയുടെ തെക്ക് ഭാഗത്തായിട്ടാണ്, ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. ആഫ്രിക്കയുടെ കിഴക്ക്, ഏഷ്യയുടെ തെക്ക്, ആസ്ട്രേലിയയുടെ പടിഞ്ഞാറ് ഭാഗത്ത്. ഇങ്ങനെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സ്ഥാനം. കിട്ടുമല്ലോ. നെക്സ്റ്റ് ബംഗാൾ ഉൾക്കടല്, അറബിക്കടല് ഇതൊക്കെ എന്തിന്റെ ഭാഗം? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അല്ലെ. നെക്സ്റ്റ് അടുത്തായിട്ട് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം, നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന്റെ പേരാണ് ജാവ ട്രെഞ്ച്. ഏതാണ്? ജാവ ട്രെഞ്ച്. വാട്ടൻ ഗർത്തത്തിലെ ജാവ ട്രെഞ്ച് എന്നുള്ള കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. ഇവിടെ പറയുന്ന ജാവ ട്രെഞ്ച് എന്ന് മാത്രമാണ് കേട്ടോ. ഗർത്തത്തിന്റെ പേര് വാട്ടൻ ഗർത്തം എന്നാണ് കേട്ടോ. വാട്ടൻ ഗർത്തം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെയുള്ള ദ്വീപുകൾ അല്ലെങ്കിൽ ദ്വീപ സമൂഹങ്ങൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലദ്വീപ്, ശ്രീലങ്ക ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. കിട്ടിയല്ലോ. പിന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മലാക്ക കടലിടുക്ക് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മലാക്ക കടലിടുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാ? മലാക്ക കടലിടുക്ക്. കിട്ടിയോ? നെക്സ്റ്റ് അടുത്ത 2 സമുദ്രങ്ങളുടെ പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ലോകത്തിന്റെ നോർത്ത് ഭാഗത്ത്, വടക്ക് ഭാഗത്ത് ആ സമുദ്രത്തിന്റെ പേരാണ് ആർട്ടിക് സമുദ്രം. ഒന്നാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതാ, ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നത് ആർട്ടിക് സമുദ്രമാണ്. ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന രീതിയിലാണ് ഇതുള്ളത്, ആർട്ടിക് സമുദ്രം ഉള്ളത്.
അതേപോലെ തന്നെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന അന്റാർട്ടിക്ക വൻകര, ആ അന്റാർട്ടിക്ക വൻകരയുമായി ചേർന്ന് കിടക്കുന്ന സമുദ്രമാണ് ഏത്? അന്റാർട്ടിക് ഓഷ്യൻ അല്ലെങ്കിൽ സദേൺ ഓഷ്യൻ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രം. കിട്ടുമല്ലോ, സിമ്പിൾ കാര്യം. നെക്സ്റ്റ്, അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായിട്ട് ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ, 60 ഡിഗ്രി അക്ഷാംശ രേഖ വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായും അതിർത്തി പങ്കിടുന്ന സമുദ്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സമുദ്രം അതേതാ? സദേൺ ഓഷ്യൻ ആണല്ലേ. സമുദ്രത്തിന്റെ വലിപ്പത്തിൽ എത്ര സ്ഥാനത്താണുള്ളത്? 4ാം സ്ഥാനമാണ് അല്ലെ. പിന്നെ അടുത്തായിട്ട് ഡോൾമാൻ, ഹേസ്, ഹേഡ് എന്നിവ സമുദ്രത്തിലെ ചില ദ്വീപുകളാണ്. ഏതൊക്കെയാ? ഡോൾമാന്, ഹേഡ് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഏറ്റവും ആഴം കൂടിയ ഭാഗം സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച്. സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട ആഴം കൂടിയ ഭാഗം. അവിടെയുള്ള ഗർത്തത്തിന്റെ പേര് മനസ്സിലാക്കി വെക്കുക, ഫാക്ടോറിയൽ ഗർത്തം. ഏതാണ്? ഫാക്ടോറിയൽ ഗർത്തം. കിട്ടുമല്ലോ. സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൽ ഗർത്തമാണ് ഇവിടെയുള്ള ആഴം കൂടിയ ഭാഗം. കിട്ടണേ. അടുത്തത് ആർട്ടിക് സമുദ്രമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഭൂരിഭാഗവും ആർട്ടിക് വൃത്തത്തിനുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഈ സമുദ്രം ഉത്തര ധ്രുവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തായിട്ട് കൂടുതൽ ചേർന്ന് കിടക്കുന്ന രീതിയിലാണ് ഈ സമുദ്രം ഉള്ളത്. അതേപോലെ തന്നെ ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രമാണിത്. ഏറ്റവും ചെറുതാണ്, ആഴം കുറഞ്ഞതുമാണ്, ഏറ്റവും ആഴം കുറഞ്ഞതുമാണ്. വർഷത്തിൽ ഭൂരിഭാഗം സമയം ഇവിടെ എന്ത് ചെയ്യും? മഞ്ഞുറഞ്ഞ രീതിയിലാണ് ഇവിടെയുള്ള അവസ്ഥ ഉണ്ടാവുക. പിന്നെ ഇവിടെയുള്ള ആഴം കൂടിയ ഭാഗം മോലോയ് ഗർത്തമാണ്. ഏതാണ്? മോലോയ് ഗർത്തമാണ് ഇവിടെയുള്ള ആഴം കൂടിയ ഭാഗം. പിന്നെ അടുത്തായിട്ട് ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആർട്ടിക് സമുദ്രമാണ്. ഇത്രയും കാര്യമാണ് ആർട്ടിക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ 5 സമുദ്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള കാര്യം, ഓരോ സമുദ്രത്തിന്റെയും വലിപ്പക്രമം ഒന്നൊക്കെ തരംതിരിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കിട്ടുമല്ലോ. പൈസ എന്നുള്ള കോഡ് മനസ്സിലാക്കി വെച്ചോളണം. ഓരോന്നിലും ആഴം കൂടിയ ഭാഗം നമ്മൾ പഠിച്ചല്ലോ, അതൊന്ന് കൃത്യമായിട്ട് ചാർട്ടാക്കി മാറ്റിക്കൊള്ളുക. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ദ്വീപുകളെ കുറിച്ച് പഠിച്ചല്ലോ. ആർട്ടിക് പഠിച്ചിട്ടില്ല. ആർട്ടിക്കിൽ അങ്ങനെ ദ്വീപുകളൊന്നും പ്രധാനപ്പെട്ടവെന്ന് പറയാനില്ല, അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പറഞ്ഞിട്ടൊന്നുമില്ല. ബാക്കിയുള്ളതിലെല്ലാം ദ്വീപുകൾ പറഞ്ഞല്ലോ. ഇതൊക്കെ ഒന്ന് ചാർട്ടാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂലേ? കൃത്യമായിട്ട് ആ രീതിയിൽ ഒന്ന് ചാർട്ടാക്കി മാറ്റിക്കൊള്ളുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യം വരാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാർട്ട്. ഈ രീതിയിൽ ഒന്ന് ചാർട്ടാക്കി മാറ്റിക്കോളൂ നിങ്ങൾ. ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്തായിട്ട് സമുദ്രജല ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ആയിട്ടൊരു കാര്യം പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. അതില് 3 തരത്തിലുള്ള സമുദ്രജല ചലനങ്ങളാണ് നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ജസ്റ്റ് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത്, കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനം. അതെന്താ? അതാണ് തിരമാല അല്ലെ. നെക്സ്റ്റ് രണ്ടാമത്തെ ചലനം എന്ന് പറഞ്ഞാൽ വേലിയേറ്റവും വേലിയിറക്കാണ് അല്ലെ. അപ്പൊ വേലിയേറ്റവും വേലിയിറക്കം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെയും സൂര്യന്റെയും ഒക്കെ ആകർഷണ ഫലമായിട്ട് ഭൂമിയിലെ ജലനിരപ്പ് ഉയരും താഴുകയൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തായിട്ട് മൂന്നാമത്തെ ആണെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങള്. ഭൂമിയിലെ ജലത്തിലെ സാന്ദ്രതയുടെയും ഊഷ്മാവിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്? സമുദ്രത്തിലെ ജലം ചലിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിലാണ് പരിചയപ്പെടുക. ഇപ്പം ജസ്റ്റ് ഏതൊക്കെയാണ് സമുദ്രജല ചലനങ്ങൾ എന്ന രീതിയിൽ മാത്രമാണ് ഇവിടെ പരിചയപ്പെട്ടു പോകുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് വേലിയേറ്റങ്ങൾ, വേലിയിറക്കങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകുന്നു. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്രജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയിറക്കവും വേലിയേറ്റവും. ഓക്കെ, അപ്പൊ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കാരണം എന്തൊക്കെയാ? ചന്ദ്രന്റെയും സൂര്യന്റെയും ആകർഷണ ബലം, ഗുരുത്വാകർഷണ ബലം വരാം. മാത്രമാണോ? അല്ല, എന്തും കൂടെ ഉണ്ട്, ഭൂമിയുടെ അപകേന്ദ്ര ബലവും കൂടി കാരണമാകുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ ഉയരും താഴുകയും ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാം? വേലികൾ എന്ന് പറയാം, അല്ലെങ്കിൽ വേലിയേറ്റവും വേലിയിറക്കം എന്ന് പറയാം. പിന്നെ അടുത്തായിട്ട് ഭൂമിയിൽ ചന്ദ്രൻ അഭിമുഖമായിരുന്ന വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുത്വാകർഷണ ബലത്താൽ
ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ജലനിരപ്പ് ഉയരുന്നുണ്ട്. വിപരീത ഭാഗത്താണെങ്കിൽ അപകേന്ദ്ര ബലം മൂലം എന്ത് ചെയ്യുന്നുണ്ട്? വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ കാര്യം മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ സമുദ്രജല പ്രവാഹങ്ങൾ എന്താന്ന് പറയുന്നു? അതായത് നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുന്നത്? സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. കാറ്റ്, സമുദ്രത്തിലെ ഊഷ്മാവിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ലവണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഭൂമിയുടെ ഭ്രമണം, ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. കൃത്യമായിട്ട് സമുദ്രങ്ങളെ കുറിച്ച് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. തുടർന്നുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും സമുദ്രത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സമുദ്രജല ചലനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പഠിക്കും. ആ ഭാഗത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം. എന്തായാലും കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾക്കൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊള്ളാം. ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ ഒരു ബേസ് ആയിട്ടാണ് ഈ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതേപോലെ തന്നെ സമുദ്രത്തിലെ ആഴം കൂടിയ ഭാഗവും ദ്വീപുകളും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടുക. ഓക്കെ, താങ്ക് യു, ബൈ.